കഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ മാസം നടന്ന ദീപാവലി ഉത്സവം ആഘോഷിക്കാൻ ഡൗണിംഗ് സ്ട്രീറ്റിൽ നടന്ന പരിപാടിയിൽ മാംസവും മദ്യവും വിളമ്പിയതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാപ്പ് പറഞ്ഞു. പ്രാർത്ഥനകൾ, ദീപാലങ്കാരങ്ങൾ, പ്രധാനമന്ത്രിയുടെ പ്രസംഗം, ഇന്ത്യൻ നൃത്ത പരിപാടികൾ തുടങ്ങിയ പരമ്പരാഗത ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ദീപാവലി ആഘോഷങ്ങളിൽ വിവിധ സമുദായ നേതാക്കൾ, ലേബർ എംപിമാർ, ലേബർ കൗൺസിലർമാർ, സായുധ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തിരുന്നു. ആട്ടിൻ കബാബ്, മത്സ്യം, ബിയർ, വൈൻ എന്നിവയുൾപ്പെടെയുള്ള ലഹരി പാനീയങ്ങളുടെ സാന്നിധ്യം നിരവധി ആളുകൾക്ക് അന്ന് ബുദ്ധിമുട്ടുണ്ടാക്കി. ബന്ധപ്പെട്ട അതിഥികൾ കാറ്ററിംഗ് ജീവനക്കാരോട് എതിർപ്പ് ഉന്നയിച്ചപ്പോൾ ഈ ഇനങ്ങൾ പ്രത്യേകം ആവശ്യപ്പെട്ടതാണെന്ന് അവർ അറിയിച്ചു. അന്നത്തെ പരിപാടികൾ ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്ക് യോജിച്ചതല്ലെന്നും അനേകം ബ്രിട്ടീഷ് പൗരന്മാർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും കുറിച്ചുള്ള നിരാശാജനകമായ അറിയില്ലായ്മയാണ് ഇത് കാണിക്കുന്നതെന്നും കൺസർവേറ്റീവ് MP ശിവാനി രാജ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർക്ക് അയച്ച കത്തിൽ പറഞ്ഞു. ഉചിതമായ ആചരണം ഉറപ്പാക്കാൻ ഭാവിയിലെ ഹിന്ദു ആഘോഷങ്ങൾക്കായി ലേബർ പാർട്ടി സർക്കാരിന് മാർഗനിർദ്ദേശം നൽകാമെന്ന് ശിവാനി രാജ MP വാഗ്ദാനം ചെയ്തു. ഒക്ടോബർ 29 നടന്ന ദീപാവലി സ്വീകരണം 4 മാസം മുമ്പ് അധികാരമേറ്റതിനു ശേഷം ലേബർ പാർട്ടി നടത്തുന്ന ആദ്യ പരിപാടിയായിരുന്നു. സമ്മേളനത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളും പ്രൊഫഷണലുകളും പാർലമെന്റേറിയന്മാരും ഉൾപ്പെട്ടിരുന്നു. ഈ വിഷയത്തിന്റെ പ്രാധാന്യം തങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും അതിനാൽ സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നതായി ഡൗണിംഗ് സ്ട്രീറ്റ് വക്താവ് പറഞ്ഞു. 2009 അന്നത്തെ പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൗണിന്റെ കീഴിലാണ് ഡൗണിംഗ് സ്ട്രീറ്റ് ആദ്യമായി ദീപാവലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. 2022 UK-യുടെ ആദ്യ ഹിന്ദു പ്രധാനമന്ത്രിയായ ഋഷി സുനക് ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാരുടെ കീഴിലും ഈ പാരമ്പര്യം തുടർന്നു. സ്കോട്ട്ലൻഡിലും വടക്കൻ ഇംഗ്ലണ്ടിലും മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. സ്കോട്ട്ലൻഡിലെ ചില ഭാഗങ്ങളിലും ഇംഗ്ലണ്ടിന്റെ വടക്കൻ ഭാഗത്തും തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ 20 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ 10 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പവർ കട്ട് ഉണ്ടാകാനുള്ള ചെറിയ സാധ്യതയുണ്ടെന്നും മൊബൈൽ ഫോൺ കവറേജ് പോലുള്ള മറ്റ് സേവനങ്ങളെ ബാധിച്ചേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. വാർത്തകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്പെയിനിലെ നഴ്സിംഗ് ഹോമിൽ തീപിടുത്തം, 10 മരണം. വടക്കിഴക്കൻ സ്പാനിഷ് നഗരമായ സരഗോസയ്ക്ക് സമീപമുള്ള നഴ്സിംഗ് ഹോമിൽ ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ 10 പേർ മരിക്കുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഡിമെൻഷ്യയും മറ്റു മാനസിക പ്രശ്നങ്ങളും ഉള്ളവർക്കുള്ള നഴ്സിംഗ് ഹോമിലാണ് തീപിടുത്തമുണ്ടായത്. അപകട കാരണം അജ്ഞാതമാണ്. പുക ശ്വസിച്ചാണ് ആളുകൾ മരിച്ചതെന്നാണ് പ്രാദേശിക അധികാരികൾ പറയുന്നത്. പുലർച്ചെ 5 മണിയോടെ ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. പിന്നീട് നഴ്സിംഗ് ഹോം മുഴുവൻ പുക പടരുകയായിരുന്നു. തീപിടുത്ത സമയത്ത് 82 താമസക്കാരും 2 ജീവനക്കാരും കെട്ടിടത്തിലുണ്ടായിരുന്നതായി പ്രാദേശിക അധികാരികൾ അറിയിച്ചു. UK ലങ്കാഷെയറിന് സമീപം ബ്ലാക്ക്ബേണിൽ നഴ്സിംഗ് ഹോമിലെ ജോലിക്കിടെ കെട്ടിടത്തിന്റെ ലോഫ്റ്റിൽ നിന്ന് വീണ് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ മലയാളി യുവാവ് മരിച്ചു. കോട്ടയം കടത്തുരുത്തി സ്വദേശി അബിൻ മത്തായിയാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. നഴ്സിംഗ് ഹോമിൽ മെയിൻ്റനൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്ന അബിൻ ലോഫ്റ്റിൽ റിപ്പയർ ജോലിക്കായി കയറുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയിൽ തലക്ക് ഗുരുതര പരിക്കേറ്റ അബിനെ ആശുപത്രിയിൽ എത്തിച്ച് അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ തുടരവെയാണ് അന്ത്യം. 3 ദിവസം മുൻപായിരുന്നു അപകടം. നഴ്സിംഗ് ഹോമിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് 1 വർഷം മുൻപാണ് അബിനും ഭാര്യയും UK-യിലെത്തുന്നത്. ഭാര്യ ജോലി ചെയ്യുന്ന കെയർ ഹോമിൽ തന്നെ മെയിൻ്റനൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അബിൻ. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിൽ നിർണായക ചുമതല വഹിക്കാൻ ഒരുങ്ങി മലയാളിയായ വിവേക് രാമസ്വാമി. ട്രംപ് പുതുതായി രൂപീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതലയാണ് വിവേക് രാമസ്വാമിക്ക്. റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ പ്രൈമറിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഏറ്റവും സമ്പന്നനായ 2ാമത്തെ മത്സരാർത്ഥിയുമായിരുന്നു വിവേക് രാമസ്വാമി. $950 ദശലക്ഷം അധികമാണ് രാമസ്വാമിയുടെ ആസ്തി. ഫെഡറൽ ചെലവുകൾ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുതിയ സർക്കാർ ഏജൻസിയുടെ തലപ്പത്തേക്കാണ് വിവേക് രാമസ്വാമിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭരണ സംവിധാനത്തിലെ അമിത നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, അനാവശ്യ ചിലവുകൾ വെട്ടിക്കുറയ്ക്കുക, ഫെഡറൽ ഏജൻസികളുടെ പുനഃക്രമീകരണം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ടെസ്ലയുടെയും എക്സ് പ്ലാറ്റ്ഫോം മേധാവിയുമായ ഇലോൺ മസ്കിനെയും ട്രംപ് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ഓഗസ്റ്റിൽ ബ്രിട്ടനിലെ 7 ലക്ഷത്തോളം വിമാനയാത്രക്കാരെ വലച്ച എയർ ട്രാഫിക് പ്രതിസന്ധിക്ക് പിന്നിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്ത എയർ ട്രാഫിക് കൺട്രോളർ പാസ്വേഡ് മറന്നത് മൂലമാണെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു. ബാങ്ക് ഹോളിഡേ ദിനത്തിൽ വർക്ക് ഫ്രം ഹോം എടുത്ത എഞ്ചിനീയർ പാസ്വേഡ് മറന്നതാണ് സകല കുഴപ്പങ്ങൾക്കും വഴിതെളിച്ചത്. സിസ്റ്റം തകരാറിലായതോടെ വിമാനങ്ങൾക്ക് ഇറങ്ങാനോ പറന്നുയരാനോ കഴിയാത്ത സാഹചര്യമായി. ഇതോടെ വിമാന സർവീസുകൾ വൈകുന്നതിനും റദ്ദാക്കപ്പെടുന്നതിനുമിടയായി. ദിവസങ്ങളോളം നീണ്ടുനിന്ന ഈ പ്രതിസന്ധി എയർലൈനുകൾക്ക് ഏകദേശം 100 മില്യൺ പൗണ്ടോളം നഷ്ടപരിഹാരം നൽകാൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു. ഇപ്പോൾ പരിമിതമായ അധികാരം മാത്രമുള്ള എയർലൈൻ റെഗുലേറ്റർമാർക്ക് ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായി കൂടുതൽ അധികാരം നൽകണമെന്നും അന്വേഷണ സംഘം ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത് ഉപഭോക്താക്കൾക്ക് മതിയായ നഷ്ടപരിഹാരം യഥാസമയം ലഭിക്കുന്നതിന് സഹായിക്കും. ഓഗസ്റ്റിൽ നടന്ന സംഭവത്തിൽ ടിക്കറ്റിന്റെ പണം മടക്കി ലഭിക്കാൻ പോലും പലർക്ക് ആഴ്ചകളും മാസങ്ങളും കാത്തു നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം.
ബ്രിസ്റ്റളിൽ 2 ആൺകുട്ടികളെ കൊലപ്പെടുത്തിയ കേസിൽ 5 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 15 വയസ്സുകാരൻ മേസൺ റിസ്റ്റിനെയും 16-കാരൻ മാക്സ് ഡിക്സനെയും കൊലപ്പെടുത്തിയ കേസിൽ 4 കൗമാരക്കാരും 45-കാരനായ പുരുഷനുമാണ് ശിക്ഷിക്കപ്പെട്ടത്. ബ്രിസ്റ്റളിലെ ഹാർട്ട്ക്ലിഫ് ഏരിയയിൽ ഒരു വീടിന് നേരെയുണ്ടായ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുകയായിരുന്നു സംഘം. അന്നത്തെ വീടാക്രമണത്തിൽ ജനലുകൾ തകർക്കുകയും ഒരു സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മേസണും മാക്സും ഉത്തരവാദികളെന്ന് ഇവർ തെറ്റിദ്ധരിക്കുകയായിരുന്നുവെന്ന് കോടതി കണ്ടെത്തി. ബ്രെക്സിറ്റ് ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി. ബ്രെക്സിറ്റ് യുകെയുടെ സമ്പദ് വ്യവസ്ഥയെ തുരങ്കം വെച്ചിരിക്കുകയാണെന്ന് മുന്നറിയിപ്പ് നൽകിയ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം പുനർനിർമ്മിക്കാൻ മന്ത്രിമാരോട് അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം ലണ്ടൻ നഗരത്തിലെ മാൻഷൻ ഹൗസിൽ ഡിന്നറിൽ സംസാരിച്ച ആൻഡ്രൂ ബെയ്ലി ബ്രെക്സിറ്റിനെക്കുറിച്ച് താൻ ഒരു നിലപാടും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ തനിക്ക് അനന്തരഫലങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞു. ബ്രിട്ടീഷ് ജനതയുടെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് ബന്ധങ്ങൾ പുനർനിർമ്മിക്കാനുള്ള അവസരങ്ങളെ നാം ജാഗ്രതയോടെ സ്വാഗതം ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർമാർ പരമ്പരാഗതമായി തർക്കരാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ ബെയ്ലിയുടെ മുൻഗാമിയായ മാർക്ക് കാർണി 2016 റഫറൻഡത്തിന് മുമ്പ് ബ്രെക്സിറ്റിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രേഡ് ആൻഡ് കോർപ്പറേഷൻ കരാറിൽ വിപുലമായ ചർച്ചകൾ നടത്താൻ തയ്യാറല്ലെന്ന് ബ്രസൽസ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കെയർ സ്റ്റാർമറുടെ സർക്കാർ യൂറോപ്യൻ യൂണിയനുമായുള്ള സഹകരണം ശക്തമാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. എല്ലാ ഇറക്കുമതികൾക്കും 10% സാർവത്രിക താരിഫ് എന്ന പദ്ധതിയുമായി ട്രംപ് മുന്നോട്ട് പോയാൽ അത് അടുത്ത വർഷം UK വളർച്ചാ നിരക്ക് 0.4% കുറയ്ക്കുമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ചിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. അസിസ്റ്റഡ് ഡൈയിങ്ങിന് വോട്ട് ചെയ്യുമെന്ന് ക്യാബിനറ്റ് മന്ത്രി ലിസ് കെൻഡൽ പറഞ്ഞു. നിർദ്ദിഷ്ട നിയമമാറ്റത്തെ ചൊല്ലി തർക്കം രൂക്ഷമായതിനാൽ അസിസ്റ്റന്റ് ഡൈയിങ് ബില്ലിന് വോട്ട് ചെയ്യുമെന്ന് സ്ഥിരീകരിക്കുന്ന ആദ്യത്തെ ക്യാബിനറ്റ് മന്ത്രിയായി ലിസ് കെൻഡൽ മാറി. സംവാദത്തിൽ ഇടപെടരുതെന്ന് കെയർ സ്റ്റാർമർ ക്യാബിനറ്റ് അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും എന്നിരുന്നാലും പീറ്റർ കൈ, എഡ് മിലിബാൻഡ്, ലിസ നാൻസി, ലൂസി പവൽ, ജോ സ്റ്റീവൻസ് എന്നിവരുൾപ്പെടെ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാർ ബില്ലിനെ പിന്തുണയ്ക്കുന്നതായി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. നിയമം പാസ്സായാൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും പ്രതിവർഷം 1000-ൽ താഴെ രോഗികൾ അസിസ്റ്റഡ് ഡൈയിങ് തിരഞ്ഞെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വരുന്ന നവംബർ 29-ാം തീയതിയാണ് അസിസ്റ്റഡ് ഡൈയിങ് നിയമവിധേയമാക്കണോ വേണ്ടയോ എന്നുള്ള ആദ്യഘട്ട പോളിംഗ് പാർലമെന്റിൽ നടക്കുന്നത്. നിരോധനമുണ്ടായിട്ടും സോംബി കത്തികൾ ഇപ്പോഴും ഓൺലൈനിൽ വിൽപ്പനയ്ക്കുണ്ടെന്ന് BBC കണ്ടെത്തി. ഇംഗ്ലണ്ടിലും വെയിൽസിലും നിരോധിച്ച് 1 മാസം കഴിഞ്ഞിട്ടും സോംബി കത്തികളും വെട്ടുകത്തികളും ഓൺലൈനിൽ 20 പൗണ്ടിൽ താഴെ വാങ്ങാൻ കഴിയുന്നുണ്ട്. UK വെബ്സൈറ്റുകളുള്ള ഓൺലൈൻ റീറ്റെയിലർമാരിൽ നിന്ന് 4 കത്തികൾ വാങ്ങാൻ BBC ന്യൂസിന് കഴിഞ്ഞു. അതിൽ 2 എണ്ണം വിദേശത്ത് നിന്ന് അയച്ചതാണ്. BBC കണ്ടെത്തലുകളെ തുടർന്ന് ഭാവിയിൽ നിയമം കൂടുതൽ കർശനമാക്കേണ്ടതുണ്ടെന്ന് ദേശീയ പോലീസ് മേധാവികളുടെ കൗൺസിൽ പറഞ്ഞു. കൂടുതൽ UK, യൂറോപ്യൻ, അമേരിക്കൻ, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.